ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ എ ബേക്കൺ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ, മലയാളം മീനിങ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈവൻ വെൻ ഫേസ്ഡ് വിത്ത് എ സീരിയസ് പ്രോബ്ലം, നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ മെനി പീപ്പിൾ ഹാവ് ഷോൺ ഹൗ ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് സക്സസ്. അല്ലേ, ഒരുപാട് പേര് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ സ്ട്രോങ് ആയിട്ടും വിജയിച്ചും നിൽക്കാമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ദിസ് റിമൈൻഡ്സ് അസ് ദാറ്റ് വെരി ചാലഞ്ച് ക്യാൻ ഹെൽപ്പ് അസ് ഗ്രോ. അത് നമ്മളെ കൂടുതൽ വളരാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലേ, ഓർമ്മിപ്പിക്കുന്നത്. ആൻഡ് ടീച്ചേഴ്സ് ദാറ്റ് ബൈ സപ്പോർട്ടിങ് ഈച്ച് അതർ വി ക്യാൻ ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്. പറയുന്നത്? പരസ്പരം പിന്തുണക്കുന്നതിൽ എല്ലാ വെല്ലുവിളികളും നമ്മെ വളരാൻ സഹായിക്കുമെന്നും പരസ്പരം പിന്തുണക്കുന്നതിലൂടെ എല്ലാവർക്കും നന്നായി ചെയ്യാൻ കഴിയുമെന്നും ഒരു മികച്ച ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്നും പഠിപ്പിക്കുമെന്നാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ ജീവിത കഥയാണ് ഇവിടെ പറയുന്നത്. പ്രതീക്ഷയുടെ ഒരു വിളക്കുമാടം എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ മലയാളം മീനിങ്, അല്ലേ. എ ബേക്കൺ ഓഫ് ഹോപ്പ്, അല്ലേ, എ ബേക്കൺ ഓഫ് ഹോപ്പ് എന്നാണ് പറയുന്നത്, അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞത്. ദിസ് റിമൈൻഡ്സ് അസ് ദാറ്റ് എവറി ചാലഞ്ച് ക്യാൻ ഹെൽപ്പ് അസ് ഗ്രോ ആൻഡ് ടീച്ചേഴ്സ് ദാറ്റ് ബൈ സപ്പോർട്ടിങ് ഈച്ച് അതർ വി ക്യാൻ ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ് വേർ എവറി വൺ ക്യാൻ ഡു വെൽ. ഹിയർ ഈസ് എ ലൈഫ് സ്റ്റോറി ഓഫ് സച്ച് എ പേഴ്സൺ. ലെറ്റ് us റീഡ് എ ബേക്കൺ ഓഫ് ഹോപ്പ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അല്ലേ. അത് ഉഷ ചാമർ പത്മശ്രീ അവാർഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദ് ഫോർ ഹർ സോഷ്യൽ വർക്കിന് പ്രൈസ് നേടുന്ന 2020 പത്മശ്രീ കിട്ടുന്ന പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു പത്മശ്രീ മേടിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐ വാണ്ട് എവറി വുമൺ ടു ബി ഇൻഡിപെൻഡൻറ്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്സ്. ദാറ്റ് ഈസ് ഹൗ we will build a better society free of untouchability. ഉഷ ചൗമർ എന്താ പറയുന്നത്? ഐ വാണ്ട് എവരി വുമൺ, അല്ലെ, എല്ലാ സ്ത്രീകളും മാന്യമായിട്ടുള്ള ജോലികളിലൂടെ സ്വതന്ത്രരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നാം തൊട്ടുകൂടായ്മ ഇല്ലാത്ത ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുക എന്നാണ് അവരുടെ വാക്കുകൾ, ഉഷ ചൗമറുടെ വാക്കുകൾ ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. In one birth, I have led 2 lives. 42 years old, Usha Chaumar said proudly. She had made it to the list of Padma Shri Awards of 2020. Her determination to change her society had been given recognition. എന്താ പറയുന്നത്? ഉഷ ചൗമർ അഭിമാനത്തോടു കൂടി പറയാണ്, ഒരു ജന്മത്തിൽ ഞാൻ 2 ജീവിതങ്ങൾ നയിച്ചു എന്ന്, അല്ലേ. 42കാരിയായ ഉഷ ചൗമർ അഭിമാനത്തോടെ പറയാണ്. 2020 പത്മശ്രീ പുരസ്കാര ജേതാക്കളുടെ പട്ടികയിൽ അവർ ഇടം നേടിയിരുന്നു. സമൂഹത്തെ മാറ്റാനുള്ള അവളുടെ ദൃഢനിശ്ചയത്തിന് അംഗീകാരം ലഭിച്ചു, അല്ലേ. 2020 പത്മശ്രീ പുരസ്കാര ജേതാക്കളുടെ പട്ടികയിൽ ഉഷ ചൗമർ ഇടം നേടിയിരുന്നു. സമൂഹത്തെ, അല്ലെ, മാറ്റാനുള്ള അവരുടെ ദൃഢനിശ്ചയത്തിനാണ് അംഗീകാരം ലഭിച്ചത്. ഉഷ ചൗമർ ഈസ് എ ട്രൂ സൂപ്പർ ഹീറോ ഇൻ എവറി സെൻസ് ഓഫ് ദ ടേം. ഐ വാണ്ട് ടു ക്ലീൻസ് the society of the concept of untouchability. She says with grit. The former manual scavenger has become a beacon of inspiration for thousands of women in India. എന്താ പറയുന്നത്? ഉഷ ചൗമർ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ ഹീറോയാണ്, അല്ലേ. ഈ പദത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉഷ ചൗമർ ഒരു യഥാർത്ഥ സൂപ്പർ ഹീറോയാണ്. ഐത്തം എന്ന സങ്കല്പത്തിൽ, അതാണ് അൺടച്ചബിലിറ്റി, അല്ലേ. ഐത്തം എന്ന സങ്കല്പത്തിൽ നിന്ന് സമൂഹത്തെ ശുദ്ധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൾ ഖേദത്തോടെ പറയാണ്. മുൻ മാനുവൽ സ്കാവഞ്ചർ ഇന്ത്യയിലെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പ്രചോദനത്തിൻ്റെ വിളക്കായി മാറിയിരിക്കുന്നു, അല്ലേ. I started the work quite early. At around 7 years of age, Usha recounted her childhood days. Born in Deg village of Baraput, Rajasthan, Usha and her clan were untouchables.
ഷി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മാനുവൽ സ്കാവഞ്ചിങ് ബൈ ഹർ മദർ. ഇവിടെ എന്താ പറയുന്നത്? ഏതാണ്ട് 7 വയസ്സുള്ളപ്പോൾ ഞാൻ വളരെ നേരത്തെ തന്നെ ജോലി ആരംഭിച്ചു. ഉഷ തൻ്റെ ബാല്യകാലം വിവരിക്കുകയാണ് ചെയ്യുന്നത്. രാജസ്ഥാനിലെ ഭരത്പൂരിലെ ഡീഗ് ഗ്രാമത്തിൽ ജനിച്ച ഉഷയും അവളുടെ വംശവും ആസ്പൂഷ്യർ ആയിരുന്നു. അവളുടെ അമ്മയാണ് അവളെ മാനുവൽ സ്കാവഞ്ചിങ് പരിചയപ്പെടുത്തിയത്. The woman in her family had anciently engaged in the inhuman profession. They could not find a way out of it. Some of them might have aspired to break free at some fleeting moment, but the rural Indian society made sure to remind them of their position in the social hierarchy. എന്താ പറയുന്നത്? അവളുടെ കുടുംബത്തിലെ സ്ത്രീകൾ അല്ലേ, പൂർവികമായിട്ട്, അതായത് പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് മനുഷ്യത്വരഹിതമായ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു. അവർക്ക് എന്താണ്, അതിൽ നിന്ന് ഒരു വഴി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവരിൽ ചിലർ ക്ഷണികമായ ഒരു നിമിഷത്തിൽ മോചിതരാകാൻ ആഗ്രഹിച്ചിരിക്കാം. എന്നാൽ ഗ്രാമീണ ഇന്ത്യൻ സമൂഹം അവരെ സാമൂഹിക ശ്രേണിയിലെ അവരുടെ സ്ഥാനം, പൊസിഷൻ ഓർമ്മിപ്പിക്കുമെന്ന് ഉറപ്പാക്കി. Usha's earliest memory of her mother was watching her wake up in the wee hours of the dawn. He would grab her basket, bucket and broom and set out for the village toilets. അല്ലേ, അവളുടെ ഫാമിലിയൊക്കെ എന്താണ് പണിയെടുക്കുന്ന ആ ഒരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട് അല്ലേ, ജോബ് ചെയ്യുന്ന. നേരം പുലർന്നപ്പോൾ ഉഷ ഉറക്കമുണരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അമ്മയെക്കുറിച്ചുള്ള ആദ്യകാല ഓർമ്മ. അവൾ കുട്ടയും ബക്കറ്റും ചൂലും പിടിച്ച് ഗ്രാമത്തിലെ കക്കൂസുകളിലേക്ക് പുറപ്പെടും അല്ലേ. അമ്മയെക്കുറിച്ചുള്ള ആ ഓർമ്മ ഇവിടെ ഉഷ ഓർക്കുകയാണ് ചെയ്യുന്നത്. By the age of 7, Usha was working with her mother as a manual scavenger. That was the age when many children of the village were at school. Usha was married off as a child bride when she was only 10 years old. 7-ാം വയസ്സിലെ ഉഷ അമ്മയോടൊപ്പം ഒരു മാനുവലിൻ്റെ തൊട്ടിപ്പണിയായിട്ട് ജോലി ചെയ്തു. ഗ്രാമത്തിലെ പല കുട്ടികളും സ്കൂളിൽ പഠിക്കുന്ന കാലമായിരുന്നു അത്. 10 വയസ്സുള്ളപ്പോൾ ബാലവധുവായിട്ടായിരുന്നു ഉഷയുടെ വിവാഹം അല്ലേ. 10 വയസ്സായപ്പോഴേക്കും ഉഷയെ വിവാഹം കഴിച്ചു അല്ലേ, ബാലവധുവായിട്ട്. She was sent to her husband's home when she was just 14. Her husband was a sanitation worker with the local municipality. Usha continued to do scavenging accompanied by her mother-in-law. എന്താ പറയുന്നത്? അവൾ 14 വയസ്സുള്ളപ്പോൾ അല്ലേ അവളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയച്ചു. അവളുടെ ഭർത്താവ് പ്രാദേശിക മുനിസിപ്പാലിറ്റിയിൽ ശുചീകരണ തൊഴിലാളിയായിരുന്നു. ആ പ്രദേശത്തുള്ള ഒരു മുനിസിപ്പാലിറ്റിയുടെ ശുചീകരണ തൊഴിലാളിയായിരുന്നു അദ്ദേഹം. അമ്മായിയമ്മയോടൊപ്പം ഉഷ ആ തൊട്ടിപ്പണി തുടർന്നു കൊണ്ടിരുന്നു. For cleaning other people's filth, Usha earned a meager daily wage of 10 to 20 rupees. They mostly ate leftover food given to them at the houses where they worked. They did not earn enough even to buy new clothes. They wore the worn-out clothes they collected at the houses. മറ്റുള്ളവരുടെ മാലിന്യം വൃത്തിയാക്കാൻ ഉഷയ്ക്ക് ദിവസക്കൂലിയായിട്ട് 10 മുതൽ 20 രൂപ വരെയായിരുന്നു കൂലി അല്ലേ. അവർ ജോലി ചെയ്തിരുന്ന വീടുകളിൽ കൊടുത്തത് മിച്ചം വരുന്ന ഭക്ഷണമാണ് അവർക്ക് കൂടുതലും ഉഷയൊക്കെ ജോലിക്കാരൊക്കെ കഴിച്ചിരുന്നത്. പുതുവസ്ത്രം വാങ്ങാൻ പോലും സമ്പാദിച്ചില്ല. വീടുകളിൽ ശേഖരിക്കുന്ന ജീർണിച്ച, അതായത് കേടുവന്ന വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. മറ്റു വീടുകളിൽ നിന്നും ഒഴിവാക്കിയ കേടുവന്ന വസ്ത്രങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ദ സുലാഭ് ഇന്റർനാഷണൽ സെറ്റ് അപ്പ് an NGO called Disha, which gave training in various skills to women like Usha.
Soon they were engaged in such work like stitching bags, making lamps, and preparing jam, pickles, and papped. The NGO took Usha and some other women for a visit to Delhi. എന്താണ് സുലഭ് ഇൻ്റർനാഷണൽ ദിശ എന്ന പേരിൽ ഒരു NGO രൂപീകരിച്ചു. അത് ഉഷയെപ്പോലുള്ള സ്ത്രീകൾക്ക് വിവിധ കഴിവുകളിൽ പരിശീലനം നൽകി. താമസിയാതെ അവർ ബാഗ് തുന്നൽ, വിളക്ക് ഉണ്ടാക്കൽ, ജാം, അച്ചാർ, പപ്പടം എന്നിവ തയ്യാറാക്കൽ തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ടു. NGO ഉഷയെയും മറ്റു ചില സ്ത്രീകളെയും ഡൽഹി സന്ദർശനത്തിനായിട്ട് കൊണ്ടുപോയി. അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, കുറേ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരാൾ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഉഷ റീകോൾഡ് ദ എക്സ്പീരിയൻസ് വിത്ത് ഡിലൈറ്റ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാഡ് സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് മൈ വില്ലേജ്. ഓൾ ഓഫ് us were ecstatic to travel like any other citizen, stay in hotels and eat fancy food. എന്താ പറയുന്നത്? ഉഷ ആ ഒരു അനുഭവം ആഹ്ലാദത്തോടെ ഓർത്തെടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഗ്രാമത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നു. മറ്റേതൊരു പൗരനെയും പോലെ യാത്ര ചെയ്യാനും ഹോട്ടലുകളിൽ താമസിക്കാനും ഫാൻസി ഫുഡ് കഴിക്കാനും ഞങ്ങൾ എല്ലാവരും ആഹ്ലാദത്തിലായിരുന്നു ആ ഒരു നിമിഷം എന്ന് ഉഷ ഓർത്തെടുക്കുകയാണ് ആ ഒരു അനുഭവം. Upon her return for Delhi, Usha started convincing other women, including her mother-in-law, to give up manual scavenging. But she soon found out that if one woman left the job, others would join it. The root cause of the problem was the lack of proper sanitation in the village. The private toilets in homes needed manual scavenging and no privileged person was willing to do that by themselves. But when Sulabha International began to construct toilets in the villages, that too changed. The need for manual scavenging was eliminated. എന്താ പറയുന്നത്? അങ്ങനെ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഉഷ തൻ്റെ അമ്മായിയമ്മ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ഈ തൊട്ടിപ്പണി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. അല്ലെ, അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പണി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ഒരു സ്ത്രീ ജോലി ഉപേക്ഷിച്ചാൽ മറ്റുള്ളവർ ജോലിയിൽ ചേരുമെന്ന് അവൾ പെട്ടെന്ന് കണ്ടെത്തി. ഗ്രാമത്തിൽ വേണ്ടത്ര ശുചിത്വമില്ലാത്തതാണ് പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം. വീടുകളിലെ പ്രാകൃത ടോയ്ലറ്റുകൾക്ക് മാനുവൽ സ്കാവഞ്ചിങ് ആവശ്യമായിരുന്നു. പ്രത്യേക അവകാശമുള്ള ആരും അത് സ്വയം ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ സുലഭ് ഇൻ്റർനാഷണൽ ഗ്രാമങ്ങളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ അതും മാറി. മാനുവൽ തൊട്ടിപ്പണിയുടെ ആവശ്യം ഇല്ലാതായി. ഉഷ വാസ് സൂൺ അപ്പോയിൻറ്റഡ് ദ പ്രസിഡന്റ് ഓഫ് ദ ട്രെയിനിങ് സെൻറ്റർ. ഷീ നൗ ഹാസ് hundreds of women under her guidance. Usha visited the USA and many countries in Europe and Africa as part of the Sulabh team. She spoke about her experiences at the gatherings. She has been received several times by the Prime Minister of India as a distinguished guest. The prestigious Padma Shri is the latest and perhaps the greatest honor she has received. പെട്ടെന്ന് തന്നെ താമസിയാതെ പരിശീലന കേന്ദ്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഉഷയെ നിയമിച്ചു. ഇപ്പോൾ അവളുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ 100 കണക്കിന് സ്ത്രീകളുണ്ട്. സുലഭ് ടീമിൻ്റെ ഭാഗമായിട്ട് ഉഷ US-ലും യൂറോപ്പിലും ആഫ്രിക്കയിലും നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചു. സമ്മേളനങ്ങളിലെ അനുഭവങ്ങളെക്കുറിച്ച് അവൾ സംസാരിച്ചു. വിശിഷ്ടാതിഥിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അവളെ പലതവണ സ്വീകരിച്ചിട്ടുണ്ട്. അവൾക്ക് ലഭിച്ച ഏറ്റവും പുതിയതും ഒരുപക്ഷെ ഏറ്റവും വലിയ ബഹുമതിയുമാണ് അഭിമാനകരമായിട്ടുള്ള പത്മശ്രീ. നെക്സ്റ്റ്, ഉഷ ഇൻസ്പയറിംഗ് ജേർണി ഹാസ് പ്രോംപ്റ്റഡ് hundreds ഓഫ് വുമൺ ടു ഗീവ് അപ്പ് മാനുവൽ സ്കാവഞ്ചിങ്. ഈ ഉഷയുടെ ഈ പ്രചോദനാത്മകമായിട്ടുള്ള ഈ ഒരു യാത്ര 100 കണക്കിന് സ്ത്രീകളെ ആ ഒരു മാനുവൽ തൊട്ടിപ്പണി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. I want to
eradicate manual scavenging entirely from our social fabric, declared Usha. Women are not meant for staying at home, cleaning dirt and taking care of children. I want every woman to be independent through dignified jobs. That is how we will build a better society free of untouchability. എന്താ പറയുന്നത്? ഞങ്ങളുടെ സാമൂഹിക ഘടനയിൽ നിന്ന് മാനുവൽ തൊട്ടിപ്പണി പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉഷ പ്രഖ്യാപിക്കുകയാണ് അല്ലേ. ഞങ്ങളുടെ ഒരു സമൂഹത്തിൽ നിന്ന്, ആ ഒരു സമൂഹത്തിൻ്റെ ഘടനയിൽ നിന്ന് ആ ഒരു ജോലി അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്ലീനിങ്ങും ആ തൊട്ടിപ്പണി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉഷ പ്രഖ്യാപിക്കുകയാണ്. സ്ത്രീകൾ വീട്ടിലിരിക്കാനും അഴുക്ക് വൃത്തിയാക്കാനും കുട്ടികളെ പരിപാലിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതല്ല അല്ലേ. എല്ലാ സ്ത്രീകൾക്കും മാന്യമായ ജോലികളിലൂടെ സ്വതന്ത്രരാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ തൊട്ടുകൂടായ്മയില്ലാത്ത ഒരു മികച്ച സമൂഹം കെട്ടിപ്പടുക്കുക എന്ന് ഉഷ പറയുകയാണ്. ഉഷ പ്രഖ്യാപിക്കുകയാണ് ഈ വാക്കുകളിലൂടെ. അപ്പോൾ ഇത്രയാണ് നമ്മളെ പാഠത്തിൻ്റെ മലയാളം മീനിങ്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.